കൊടുത്തു പോകുമ്പോൾ അനീഷ് ഒരിക്കൽ കൂടി കെ സുധാകരൻ കോൺഗ്രസിനും UDF-നുമായിട്ട് കണ്ണൂരിൽ മത്സര രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം, ഒരു സിറ്റിംഗ് MP എന്നുള്ള തരത്തിലുള്ള ഒരു വിജയപ്രതീക്ഷ നിൽക്കുന്നു. MP ജയരാജനെ, CPM-ന്റെ MP ജയരാജനെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജനെ തന്നെ ഇറക്കുക. വലിയ ആവേശമാകും ഈ രണ്ട് പ്രധാന നേതാക്കളും തമ്മിലുള്ള മത്സരം എന്നതിൽ തർക്കമില്ല. ഒപ്പം C. രഘുനാഥ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയാകുക. അപ്പം എല്ലാ തവണത്തെയും പോലെ UDF-ഉം LDF-ഉം തമ്മിൽ ഒരു നേർക്കുനേർ പോരാട്ടം അത് തന്നെയാണ് കണ്ണൂർ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം കാര്യമായൊരു മാറ്റം വോട്ട് ബാങ്കിൽ വരുത്താൻ BJP-ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. സംഘടനാപരമായി വലിയ ശക്തിയൊക്കെ പ്രകടമാക്കുമ്പോൾ പോലും 1 ലക്ഷത്തിലേക്ക് ഇനിയും വോട്ടെത്തിക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ്. അതുകൊണ്ട് MP ജയരാജനും കെ സുധാകരനും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞ മലബാറിലെ 2 മണ്ഡലങ്ങളും പോലെ തന്നെ നിയമസഭാ സെഗ്മെന്റുകളിലും ഒപ്പം ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സ്ഥാപനത്തിലുമൊക്കെ ഈ ഏറെ മേൽക്കൈ ഇടതുപക്ഷത്തിന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും പലപ്പോഴും ആ മേൽക്കൈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പുലർത്താൻ കഴിയുന്നില്ല. മാറിയും മറിഞ്ഞുമൊക്കെ പലപ്പോഴും UDF-ഉം LDF-ഉം ഒക്കെ അധികാരത്തിൽ വരുന്ന സ്ഥലമാണ്. അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള അത്ഭുത കുട്ടിമാരെ CPM-ന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞ ഒരു സ്ഥലവുമാണ്. കെ സുധാകരൻ ഒരു തവണ ജയിക്കുമ്പോഴും അടുത്തവണ ശ്രീമതി ടീച്ചറോട് തോൽവി വഴങ്ങേണ്ടി വന്ന ഇടവുമാണ്. അതുകൊണ്ട് ഇത്തവണ കൂടുതൽ പ്രചാരണങ്ങളിൽ 2 കൂട്ടരും വലിയ ആവേശം പുലർത്തുന്നു. കാരണം ഈ ലോക്സഭയിലെ കെ സുധാകരന്റെ പ്രകടനമടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥിരമായി ഹാജർ ലഭിച്ച ഫണ്ട് പൂർണ്ണമായും ചെലവഴിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വിവിധ ആരോപണങ്ങളുമായാണ് LDF ഒരു വശത്ത് പോകുന്നത്. മറുവശത്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച പാനൂരിലെ സംഭവം, വടകര മണ്ഡലത്തിലെ കൂത്തുപറമ്പിന്റെ കീഴിലാണ് ഈ പാനൂർ വരുന്നതെങ്കിലും ഈ കണ്ണൂർ രാഷ്ട്രീയത്തിലാണ് തീർച്ചയായും ഇതിന്റെ അലൂലികൾ സൃഷ്ടിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം പാനൂരിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളിൽ പാനൂർ തന്നെ പ്രധാന വിഷയങ്ങളായി മാറുന്നു. കണ്ണൂരിൽ നിന്ന് വിശകലനങ്ങൾ നടത്തിയത് MS അനീഷ് കുമാർ കൂടിയാണ്. നമ്മളിനി കാസർഗോഡ്